എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബട്ടർഫ്ലൈ ബാങ്കിളാണ് കേട്ടോ. കുന്തൻ ബാങ്കിളെന്നും പറയും, സിൽക്ക് ത്രെഡ് ബാങ്കിളെന്നും പറയും. അപ്പോൾ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒപ്പം ഇത് 2 കട്ട് ബാങ്കിളാണ് കേട്ടോ. 2 കട്ടിൻ്റെ ബാങ്കിൾ എടുത്തു. നമ്മുടെ സിൽക്ക് ത്രെഡ് കുറച്ച് ഈ ഒരു വീതിക്ക് കോർത്തെടുക്കുക. നമുക്ക് ചുറ്റി ആ ഒരു വീതിക്ക് എടുക്കുക. എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സിൽക്ക് ത്രെഡ് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ഫിനിഷ് ചെയ്യത്തില്ലേ, നമുക്ക് ആവശ്യം ബാലൻസ് വരുന്ന ത്രെഡ്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്, കാരണം നമുക്ക് കവർ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. ബാലൻസ് ആയിട്ട് വരുന്ന ത്രെഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ നൂൽ തുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്യുക അവിടെ വെച്ച്. അപ്പോഴേക്കും എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. കണ്ടോ, നല്ല നീറ്റായിട്ടായിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബാങ്കിളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. B7000 ഗ്ലൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ സെറാമിക് കുന്തൻ, നമ്മൾ ഹാർട്ട് ഷേപ്പിലുള്ള സെറാമിക് കുന്തനും എടുത്തിട്ടുണ്ട്, ഡ്രോപ്പ് കുന്തനും എടുത്തിട്ടുണ്ട്, സാധാ റൗണ്ട് ഷേപ്പിലുള്ള കുന്തനുമാണ്. അപ്പോൾ സെറാമിക് കുന്തൻ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ 2 എണ്ണം ആ വിങ്സ് പോലെ നമ്മളൊന്ന് കൊടുക്കുന്നു. കണ്ടോ, ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്, കാരണം ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഒന്ന് സൂം ചെയ്ത് കാണിക്കാനായിട്ട്. സൂം ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം അടുത്ത് എന്താ പറയുക, 2 ഗ്രീൻ. ഈ ഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് കോൺട്രാസ്റ്റ് വേണേൽ യൂസ് ചെയ്യാം. ഈ സെറാമിക്കിൻ്റെ കൂടെ നമുക്ക് ഏത് കളർ വേണോ നമുക്ക് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പിങ്ക് യൂസ് ചെയ്യാം, ബ്ലൂ യൂസ് ചെയ്യാം, യെല്ലോ, നമുക്ക് റെഡ് യൂസ് ചെയ്യാം. നല്ല ഡാർക്കായിട്ടുള്ള എല്ലാ ഷെയ്ഡുകളും നമുക്കത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നതാണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് വയ്ക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് അതിൻ്റെ ഒരു ഹെഡ് എന്നുള്ള രീതിയിൽ നമ്മളൊരു കുഞ്ഞ്, അവിടെ നമുക്ക് സ്റ്റോൺസ് വേണമെങ്കിൽ കൊടുക്കാം, ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബീഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ചെറുതായിട്ട്. വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സെറാമിക്കിൻ്റെ 2 സ്റ്റോൺസ് ബീഡ്സ് വയ്ക്കുന്നു. ആ വയ്ക്കുന്നത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല ചേർത്ത് വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഗ്ലാസ് ബീഡ്സ് കൊടുക്കുന്നു. വീണ്ടും സെൻറ്ററിലേക്ക് ചെറിയ ബീഡ്സ് കൊടുക്കുന്നു. ഇത് വയ്ക്കുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത്, ഹാൻഡൊക്കെ പ്രസ് ചെയ്ത് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ഒത്തിരി ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ജസ്റ്റ് കവർ ചെയ്തെടുക്കാൻ, നമുക്ക് ത്രെഡ് കവർ ചെയ്തെടുക്കാൻ എടുക്കുന്ന ഒരു സമയമേ ഉള്ളൂ. പിന്നെ ഇത് ചെയ്യാനുള്ള അല്ലാതെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്താൽ മതി. അവസാനം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. ഞാൻ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക്, കാരണം ഇത് കുറച്ച് വലിയ ബീഡ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫിനിഷ് ആവും കേട്ടോ. ലാസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ലാസ്റ്റ് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബീഡ്സ് കൊടുത്തിട്ട് പരസ്പരം ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഹാൻഡ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.